tobacco and alcohol consumption is injurious to health. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. അതാണ് ഇപ്പത്തെ ട്രെൻഡ്. നീ നോക്കിട്ട് എന്നോട് നോക്കണ്ടെന്നാ. ഇത് ട്രെൻഡല്ല, ട്രെൻഡി തരമാണ്. രണ്ട് പെഗ് അടിച്ചുടനെ ഓഫായി കിടന്നുറങ്ങുന്ന ഫ്രണ്ടിനെ കിട്ടാനും യോഗം വേണം. ഇല്ലെങ്കിൽ സോഡ മാത്രം കുടിക്കേണ്ടി വന്നേനെ. സമയം എത്രയായി? ഇത് ഓഫായ പതിനാറ് സൂചി. നിയമമായാലും പൊതുജീവിതമായാലും വേറെ ഏതും നാഷണൽ ഹൈവേയിൽ പോയാലുള്ള പോക്കായാലും ഒരു പഞ്ചായത്ത് റോഡിലായാലും പോയാണെങ്കിലും ഒരു ഇരുചക്ര വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിന് വേണ്ട ഒരു ഹെൽമെറ്റ് ഉണ്ടായിരിക്കും. ഇതാണോ ലാലേട്ടൻ പറഞ്ഞ ആ സൂപ്പർ സ്റ്റാർ? ഗവൺമെന്റ് ഓഫ് കേരള പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റൂ. എവിടെ ഇത് പറഞ്ഞ് നടക്കുന്നല്ലാതെ എനിക്ക് അത് ശരി. കല്യാണ ചെക്കനെ വരെ നോക്കാൻ ആളുണ്ട്. ഇവിടെ കല്യാണപ്രായവും കഴിഞ്ഞ് പൊര നിറഞ്ഞു നിൽക്കുന്ന നമ്മളെ പോലുള്ളവർ നോക്കാൻ ആരുമില്ല. സോ സാഡ്. രതി, രതി, ദൈവമേ, 17 മെസ്സേജും 14 മിസ് കോളും. അവള് നിന്നെ കൊല്ലും. ഹലോ എടി, സോറി ചക്കരെ, ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പൊ എത്താം. ലവ് യു, ബൈ ബൈ. വേഗം എഴുതടാ, അവള് കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. അവള് നിന്നെയല്ലേ വിളിക്കുന്നത്, നീ മാത്രം പോയാ മതി. ഓഹോ, അപ്പൊ നീ എന്നോട് കാശ് വയ്ക്കുമല്ലോ. അപ്പൊ ശരിയായി. ഞാൻ റെഡി, വേഗം ഇറങ്ങി വാ, പോവാം. എടാ, ഇതൊക്കെ എന്റെ അല്ലേ? അതെ, എന്റെ അച്ഛനും അമ്മയും അമേരിക്കക്ക് പോകുമ്പോ എന്റെ എല്ലാ കാര്യവും നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. എന്റെ വിധി. എന്റെ ഒരു 500 ചേഞ്ച് ഉണ്ടാ? നോക്കട്ടെ.
400 ഉള്ളടാ. കൊടു. അപ്പൊ 500 എന്ത്? 400 ഇത് മതി. അതെ, അവളെ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം നീ എന്നെ ഇറക്കി വിടും. അപ്പൊ ആ ഇടവേളകൾ അനന്തരമൊക്കെ അത് അത്യാവശ്യം. നീ വന്നേ, വേറെ പണിയുണ്ട്. ഞാൻ ഓടിക്കാം. ഓടിച്ചതിന്റെ ക്ഷീണം മാറിയിട്ട് പോരെ. ഇത് പിടിച്ചേ, പിടി. ഇതേ ഓടിക്കുന്ന വെച്ചാ മതി. എടാ, ഇത് എനിക്കല്ല, അവളെ ആരും കാണാതിരിക്കാൻ വേണ്ടിയാ. ഓ, ഒരു 400 രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യണം? ഇതിലും ഭേദം കൂലിപ്പണിക്ക് പോണ. ഞാൻ പറഞ്ഞോ പോയിക്കോ? വേണ്ട, അമ്മ അറിഞ്ഞ ചീത്ത പറയും. എടാ, വന്ന് കേറാവുക. എവിടെന്നാ കെട്ടി എടുത്തിരിക്കുന്നത്? പണ്ടാരെ കാലം മാറെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. നിനക്കൊന്ന് ചോദിക്കാനും പറയാൻ ആരുമില്ലടാ. ഇവന്മാരൊക്കെ പണ്ടാരൊക്കെ നമ്മുടെ നെഞ്ചത്തോടുള്ള കയറി വരുന്നത്. നേരത്തെ ഒന്നും പറയണ്ടല്ലോ ചേട്ടാ. ഇതിപ്പോ ആത്മഹത്യയാണെങ്കിലും ശരി, സ്വയം ചാടി ചത്താണെങ്കിലും ശരി, ഈ ശവങ്ങൾക്കൊക്കെ കാവലിരിക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഇനി എനിക്കൊരു പകരക്കാരൻ വരുന്നവരെ ഈ ശവങ്ങൾക്കൊക്കെ രാവും പകലും ഞാൻ തന്നെ കാവലിരിക്കണം. സംസാരിക്കാൻ സമയമില്ല. ആ ശവങ്ങളൊക്കെ ബോറടിച്ച് ചത്ത് കാണും. എന്റെ ഡിന്നർ എടുത്തു മോളെ. അപ്പൊ ആശ്രമം എടുത്തേ. എന്തായാലും ചേട്ടനെ സമ്മതിക്കണം. പ്രേതങ്ങൾക്കാണല്ലോ കാവലിരിക്കണത്. സമ്മതിച്ചേ? പിന്നെ സമ്മതിച്ചു പോവും. എന്ത് പ്രേതം? ഇതൊക്കെ ഓരോരോ അന്ധവിശ്വാസങ്ങളല്ലേ ചേട്ടാ. ഞാൻ എത്ര കാലം ഈ ശവങ്ങളെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പോട്ടെ ചേട്ടാ. ഓക്കെ, ശരി. വണ്ടി ഈ പണ്ടാരം പിന്നെയും താഴെ വേണം. ഓടാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടൊരു അനുസരണയില്ല. ഇനിയെങ്കിലും ഒന്ന് നേരെ ഇരിക്കും. മോർച്ചറി പോലും വിശ്വസിച്ചിട്ടൊന്നും മാറാൻ പറ്റൂല. കുടിച്ച് കുടിച്ച് വയറ് കോട്ടം പോലായി. കളിച്ചേക്കാം. അങ്ങോട്ട് മാറി ഇരുന്ന് അടിക്കാം. വരുന്നുണ്ടോ ദൈവമേ? ഓ, ഒരു കസേരയില്ല. വെള്ളം കൂടിപ്പോയി. തലവേദനിച്ചിട്ട് വയ്യല്ല ഭഗവാനെ. താക്കോലെവിടെ? സമയം എന്തായി? ദൈവമേ, 12 മണി. ഓ, ഇതും ശവമായി. അങ്ങേര് വരുന്നതിന് മുമ്പ് ഡ്യൂട്ടിക്ക് കയറണം. ഓ, ഉറുമ്പും കടിക്കുന്നത്. എവിടേക്കാണ് ഉറുമ്പ് കയറി കടിക്കുന്നത്? ഓ, എക്സസൈസും കഴിഞ്ഞു. ഇതിന്റെ തലയെപ്പോഴും തിരിഞ്ഞിരിക്കണം. ഇരിക്കവിടെ. വാതിലില്ലാതെ വന്നാൽ താക്കോല് സൂക്ഷിക്കണ്ടല്ലോ. എല്ലാവരും ഉണ്ടല്ലോ. ആരാ? രതീഷ്ണ, ഒന്ന്
ആണ്. രതീഷിനെ കാണുമെങ്കിൽ ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ പോയി നോക്കണം. ഇത് മോർച്ചറിയാ, ഇവിടെ ശവങ്ങളേ ഉള്ളൂ. ഇതോ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് കണ്ടില്ലേ? ദോണ്ടിരിക്കുന്നു. ഞാൻ അവന്റെ കൂട്ടുകാരനാണ്. ഞാൻ കാരണമാണ് അവൻ. രാവിലെ തന്നെ സെന്റിമെന്റലാക്കി. നേഴ്സ് പറഞ്ഞു രതീഷിനെ മോർച്ചറിക്ക് കൊണ്ടുപോയിന്ന്. പറയട്ടെ. അയ്യോ, ഇവിടെ ഏത് ഡെഡ് ബോഡി കൊണ്ടുവന്നാലും ആദ്യം ഞാൻ അറിയും. എന്താ ഉണ്ടായത്? ഇന്നലെ ഞാനും അവനും കൂടി അവന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ബൈക്കിൽ പോവായിരുന്നു. ഞങ്ങള് കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. സ്പീഡ് കൂട്ടി പോകുന്ന വഴിക്ക് ഒരു ഡിവൈഡറിലിടിച്ച് മറിഞ്ഞു. പിന്നെ ഇവിടെ എത്തിയത് എങ്ങനെയാന്ന് അറിയില്ല. അല്ല മക്കളെ, നിങ്ങളൊക്കെ പഠിപ്പും വിവരമുള്ള ചെറുപ്പക്കാരല്ലേ? ഹെൽമറ്റ് വയ്ക്കണം, വെള്ളമടിച്ച് വണ്ടി ഓടിക്കരുത്, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോടാ? ഇപ്പൊ ആർക്കാ നഷ്ടം? ആ പയ്യന്റെ വീട്ടുകാർക്ക് അല്ലേ? ഇതുപോലെ എത്ര എത്ര കേസുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ടെന്ന് അറിയാവോ? എന്നിട്ടും ആരും പഠിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ഒരുത്തന്റെ ഫ്രണ്ട് പറയാ മുടി സ്ട്രെയിറ്റൈൻ ചെയ്തുകൊണ്ട് അവൻ ഹെൽമെറ്റ് വെക്കില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയാവോ? ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടനെ. പിന്നെ ഒരു പെൺകുട്ടി, അവക്ക് സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് വായും തലയും കൈയും മുഖം എല്ലാം കൂടെ ഗ്ലൗസ് ഇട്ട് അങ്ങ് മൂടി. ഹെൽമെറ്റ് മാത്രം അവളും വെക്കൂല. കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞ പെണ്ണ. അങ്ങനെ എത്ര എത്ര കേസുകൾ. ആ തന്തയുടെയും തള്ളയുടെയും കരച്ചിൽ കണ്ടാലുണ്ടല്ലോ, പൊന്നും മോനെ, നെഞ്ച് കലങ്ങിപ്പോവും. അവരെ ഓർത്തെങ്കിൽ ഇവർക്കൊന്ന് ശ്രദ്ധിച്ച് നടന്നൂടെടാ. മറ്റുള്ളവരുടെ തെറ്റിൽ ഇതൊന്നും പഠിക്കാതെ സ്വന്തം അനുഭവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് എല്ലാരും. എല്ലാവർക്കും സ്വന്തം കാര്യവും സ്വന്തം ഭാവിയും സ്വന്തം വീട്ടുകാരെ പറ്റിയിട്ടൊന്നും ഒരു വിചാരവും ഇല്ല. അതിന്റെ കാര്യമില്ല. എല്ലാവരും ശ്രദ്ധിച്ചാൽ അവരവർക്ക് കൊള്ളാം. പിന്നെ വേറൊരു കാര്യം, ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ ഇത്, സ്വന്തം റോഡും. സാക്ഷാತ್ ദൈവം തമ്പുരാൻ തന്നെ അവിടെ വണ്ടി ഓടിച്ചാലും ശരി, അങ്ങേരും ഗട്ടറി വീഴും. പിന്നെ നമ്മുടെ കാര്യം പറയണോ? നമുക്കും ആ ഗട്ടറിയും തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലോട്ട് പോയിക്കൂടെ? നിങ്ങളുടെ കൂട്ടുകാരൻ വന്നു തോന്നണം. ന്യൂ അഡ്മിഷനാ. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. വാ, എന്നിട്ട് വാ. പോക്കറ്റിൽ കുപ്പി വല്ലതും ഉണ്ടാ ഭഗവാനെ? മാല. എന്റെ പൊന്നോ, എന്റെ രാഘവേട്ട ഒന്ന് വേഗം വന്നേ. വരുന്നടാവേ. എന്താ ഇത്ര തിരക്കെന്താ? സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഇത് എന്നിട്ട് ഓടാനൊന്നും പോകുന്നില്ലല്ലോ. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളാരെ വിളിക്കണേ? അല്ല, എന്റെ കൂടെ കൂടെ വന്നതിന് അപ്പുറത്ത് കിടപ്പുണ്ട്. അല്ല അല്ല, രണ്ട് നല്ല ഓൺ ദ സ്പോട്ട് കാലി ഫുൾ തന്നെയാ. രണ്ടാമത്തെ ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ഞാൻ ഇപ്പൊ വരാട്ടാ. വേറെ നല്ല വീഡിയോ ഒന്നും ഇല്ലടേ. രണ്ട് കിടുവല്ലേ? എന്റെ ഫ്രണ്ട് ഇതേ സാധനല്ലേ? നിന്റെ പേരെന്താ? വേഗം ആ പേര് വല്ല പെണ്ണിനും ചെക്കനും വെച്ച് വല്ലതും ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും കാണും. ഓന്റെ ഒരു നല്ലൊന്നും ഞങ്ങളിറങ്ങായി. വഴിയിൽ പോലീസ് ചെക്കിങ് ഉണ്ട് പറഞ്ഞപ്പോ ഇവിടെ എന്നാ ഇനി ഊതി വെറുതെ പണി വേണ്ട വിചാരിച്ചിട്ടേ അവര് വരെ. പോയോ? പോലീസുകാർ പോയോ? കയറി കയറി. അത് മറ്റേ ചങ്ങായിയാടെ എന്താ പറയാ, സൽസ്വഭാവി. നാരങ്ങ കുടിക്കാൻ വേണ്ടി വെറുതെ ബാക്കി കയറി പോവാ. അതെ, കയ്യുമ്പിലിടാനല്ല, ഞാൻ തലയിലിട്ടോ. പിന്നെ നമുക്കൊരു സീറ്റ് ബെൽറ്റ് കൂടി തരാം.